സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ് അല്ലെങ്കിൽ SIF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ പുതിയ ഗൈഡ് ലൈൻസ് പ്രകാരം നിലവിൽ വന്നിട്ടുള്ള പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾക്ക് ഇക്വിറ്റി നിക്ഷേപങ്ങളിൽ നിക്ഷേപിക്കുന്നതിനായിട്ട് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇക്വിറ്റി കൈകാര്യം ചെയ്യുന്ന വലിയ കമ്പനികളുടെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസുകളിൽ നമ്മൾക്ക് നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾക്ക് 100 രൂപ വെച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്കീമുകളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാം അല്ലേ. അതായത് നമ്മൾക്ക് SIP രീതിയിൽ നിക്ഷേപിക്കുന്നതിന് മിനിമം 100 രൂപ മാത്രം മതി എന്നുള്ളതാണ്. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ്, അതായത് സ്റ്റോക്കുകളിൽ ഒരു പ്രത്യേക സെറ്റ് ഓഫ് സ്റ്റോക്കുകൾ ഒരു കമ്പനി കണ്ടെത്തുകയും ആ കമ്പനി ആ സ്റ്റോക്കുകളിൽ അഗ്രസീവായിട്ട് നിക്ഷേപിക്കുകയും അതുവഴി വലിയൊരു ലാഭം ഉണ്ടാക്കി തരികയും ചെയ്യുന്ന സംവിധാനമാണ് ഈ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ്. അതിന് മിനിമം ഒരു ക്യാപ്പ് നിശ്ചയിച്ചിട്ടുള്ളത് 50 ലക്ഷം രൂപയാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഈ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് പോലുള്ളൊരു സംഗതി വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് സാധ്യമല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആകെ ചെയ്യാൻ പറ്റുക എന്താണ്? ഒന്നുകിൽ നമ്മളുടേതായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ കേസുകൾ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുക. ഈ 3 ഓപ്ഷനുകളേ ഉള്ളൂ. പക്ഷേ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസുകളുടെ ഒരു അഗ്രസീവ്നെസ് കിട്ടുന്നതിനായിട്ട് അതേസമയം തന്നെ ഈ മ്യൂച്വൽ ഫണ്ടുകളേക്കാൾ ഒരു സ്ലൈറ്റ്ലി ബെറ്റർ റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ലൈനാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ഷൻ അനുസരിച്ച് മിനിമം 10 ലക്ഷം രൂപയാണ് ഇതിൽ നിക്ഷേപിക്കുന്നത്. അതായത് 10 ലക്ഷം രൂപയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളിൽ നമുക്ക് നിക്ഷേപിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, മ്യൂച്വൽ ഫണ്ടുകൾ പോലെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസുകൾ പോലെ നമ്മൾക്ക് സെബിയുടെ ഒരു ഓവർസൈറ്റ് ഇതിനുണ്ട് എന്നുള്ളതാണ്. അതായത് സെബി നിയന്ത്രിക്കുന്ന തരത്തിലുള്ള നിക്ഷേപ രീതി തന്നെയാണ് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ ഇടത്തരം ആയിട്ടുള്ള ഒരു നിക്ഷേപകർക്ക് പറ്റുന്നൊരു ഓപ്ഷൻ പോലെയാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ഇതുവരെയും പുതിയ ഫണ്ടുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഏപ്രിൽ 1-ാം തീയതി ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ആ ഫണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കതിൻ്റെ റിവ്യൂകളൊക്കെ കൊടുക്കാം. പക്ഷേ എൻ്റെ ഒരു നോട്ടമനുസരിച്ച് ഇതിൽ നിങ്ങൾ നിക്ഷേപിക്കേണ്ടത് എന്നുള്ളത് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് മ്യൂച്വൽ ഫണ്ടിൻ്റെ പോലെ ഒരു പ്യുവർ ട്രാൻസ്പെറൻസി ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഗൈഡ് ലൈൻസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. അതേസമയം തന്നെ ഒരു സ്ലൈറ്റ്ലി ഹൈ റിസ്ക് ബെറ്റുകൾ എടുക്കാനുള്ള ഒരു സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ എപ്പോഴും ഒരു കൺട്രോൾഡ് കോളുകളാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ എടുക്കാറുള്ളത്. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് പോലെ ഒരു ഗംഭീര റിസ്ക് ഉള്ള എന്നാൽ ഗംഭീര ലാഭം തരാൻ സാധ്യതയുള്ള ഒരു സംഗതികൾ പരമാവധി മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ എടുക്കാറില്ല. ആ ഒരു ഡ്രോബാക്ക് ഉള്ളതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടുകൾക്ക് എപ്പോഴും ഒരു എബോവ് ആവറേജ് കൈൻഡ് ഓഫ് റിട്ടേൺ ആണ് മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ടുകൾക്കും കൺസിസ്റ്റൻ്റായിട്ട് ലഭിച്ചു കൊണ്ടിരിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു സംഗതി നമുക്ക് പോരാ എന്ന് തോന്നുകയാണ്. കുറച്ചുകൂടി റിസ്ക് എടുത്താലും നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടിയാൽ മതി എന്ന് കരുതുന്ന ആളുകൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ അത്ര ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. പിന്നെ എല്ലാ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളും ഒരേപോലെ ആയിരിക്കാനുള്ള സാധ്യതയില്ല. അത് പലതരത്തിലുള്ള സ്ട്രാറ്റജികൾ അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നത്. അതിൽ സ്റ്റോക്കുകളുണ്ടാവാം, സ്റ്റോക്കിലെ ഡെറിവേറ്റീവായിട്ടുള്ള സെഗ്മെൻറ്റുകളുണ്ടാവാം, അതുപോലെ ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി
സംഗതികളിൽ നിക്ഷേപിക്കുന്നുണ്ട്, അതായത് ലിസ്റ്റഡ് അല്ലാത്ത കമ്പനികളിൽ നിക്ഷേപിക്കുന്നുണ്ടായേക്കാം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ വരാനായിട്ടുള്ള സാധ്യത. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഓരോ ഫണ്ട് വരുന്നതിനനുസരിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പെറൻസി കുറവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നം എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. ഇത് മ്യൂച്വൽ ഫണ്ട് പോലെ അങ്ങനെ ഒരു ഇപ്പോഴത്തെ ഒരു ഗൈഡ് ലൈൻ അനുസരിച്ച് അങ്ങനെ ഫുള്ളി ട്രാൻസ്പെറൻ്റായി പോകാനുള്ള സാധ്യതയില്ല. ഇത് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തി അവരുടെ ലാഭം വർദ്ധിക്കുകയും നമ്മളുടെ ലാഭം കൺട്രോൾ ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജികളൊക്കെ ചിലപ്പോൾ ഇതിൽ വന്നേക്കാം എന്നുള്ളൊരു ഡൗൺ സൈഡ് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു പൊസിഷനിങ്ങിൽ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു റിസ്ക് ടേക്കിംഗ് എബിലിറ്റിക്ക് മാച്ച് ചെയ്യുന്നതാണോ എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൽ കൊണ്ടിടുക എന്നുള്ളത് അത്ര ബുദ്ധിപരമായിരിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു 50 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്, അതിലെ ഒരു 10-15 ലക്ഷം രൂപ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൽ ഒരു ബെറ്റർ റിട്ടേണിനായിട്ട് ഒരു സ്ലൈറ്റ്ലി മോർ റിസ്ക് എടുത്തുകൊണ്ട്, സാധാരണ മ്യൂച്വൽ ഫണ്ടിനേക്കാൾ കുറച്ചുകൂടെ റിസ്ക് എടുത്തുകൊണ്ട് ഒരു ബെറ്റർ റിട്ടേണിനായിട്ട് നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസിൻ്റെ ഒരു 50 ലക്ഷം എന്നുള്ള കടമ്പ ഇല്ലാത്ത തരത്തിലുള്ള ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ്സിന് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഇൻവെസ്റ്റർക്കൊക്കെ നിക്ഷേപിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അട്രാക്റ്റീവായിട്ടുള്ള പ്രോഡക്റ്റാണ്. പക്ഷേ അതിൻ്റെ ഒരു ഡൗൺ സൈഡ് അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക്കുകൾ, ഡൗൺ സൈഡ് റിസ്ക്, അതുപോലെ അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി കുറവ് മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള റിസ്ക് എന്നിവ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രം നിക്ഷേപിക്കുക. ഇത് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വീഡിയോ ആണ്. ഇതിന് ശേഷം പുതിയ ഫണ്ടുകൾ വരുന്നതിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് തരാം. അപ്പോൾ ഇതുപോലുള്ള 1-2 പ്രോഡക്റ്റുകളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ കാണുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാണുന്നത്. കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്.